ഹലോ, നമ്മൾ ഇന്ന് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, ഡബിൾ എൻട്രി സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം, എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം തന്നെ അടുത്ത ഒരു പുതിയ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ ഹൗ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് യൂസിങ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കില്ല. ഹൗ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് എന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞു, സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു ക്രൂഡ് ബുക്ക് കീപ്പിംഗ് മെത്തേഡാണ്, അതൊരു അൺസയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാം. അതിന് ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ചെറിയ ബുക്ക് സ്റ്റോൾസ്, ചെറിയ പച്ചക്കറിക്കട, ചെറിയ പലചരക്കട, ഇവിടെയൊക്കെ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അവർക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരൊക്കെ നോർമലി യൂസ് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറയാനുള്ള കാരണം, അതിൽ ജേണൽ എൻട്രി ഇല്ല, ലെഡ്ജർ പോസ്റ്റിംഗ് ഇല്ല, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഇല്ല. ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബേസിക് ലിറ്ററസി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അറിയാവുന്ന ഒരാൾക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു ബികോം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ സിംഗിൾ എൻട്രി സിസ്റ്റം എങ്ങനെയാണ് ഉപയോഗിച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത്രയും കൂടി കൂടുതൽ ടെക്നിക്കാലിറ്റീസ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു തരാൻ പോകുന്നത്, ഹൗ ടു യൂസ് സിംഗിൾ എൻട്രി സിസ്റ്റം, എങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അൺസയൻറ്റിഫിക് സിസ്റ്റമാണ്, ഒരു ക്രൂഡ് സിസ്റ്റമാണ്. അപ്പോൾ ടെക്നിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മളുടെ കോളേജിൻ്റെ ക്യാൻറ്റീൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ക്യാൻറ്റീൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്ലാസ്സിലെ അശ്വിൻ, കുറേ അശ്വിന്മാരുണ്ട്, ഏതെങ്കിലും ഒരു അശ്വിൻ ആവട്ടെ. അശ്വിൻ രാവിലെ കോളേജിൽ വന്നു, അവിടെ നിന്ന് ടീ കഴിച്ചു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർക്ക്, നിങ്ങൾക്ക് ക്യാൻറ്റീനിലെ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ചേച്ചിമാർക്ക് അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ടെക്നിക്കൽ നോളജ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അവർ അശ്വിൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ എൻട്രി ഇടുമോ, ക്യാഷ് കിട്ടി എന്നുള്ളതിനുള്ള എൻട്രി ഒന്നും ഇടില്ലല്ലോ. ക്യാഷ് അക്കൗണ്ടറ്റ് ടു ടീ, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടറ്റ് ടു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ജേണൽ എൻട്രി ഇടുമോ, ഇല്ല. അതിനുള്ള നോളജ് ഒന്നും അവർക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്തോളൂ, അവർക്ക് 100 പേജിൻ്റെ 200 പേജിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും, അതിൽ അശ്വിൻ്റെ പേര് എഴുതും, ഒരു കോളം വരയ്ക്കും, അല്ലെങ്കിൽ ഒരു പേജ് ഫുള്ളായിട്ട് അശ്വിന് ഡെഡിക്കേറ്റ് ചെയ്യും. അശ്വിന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ 10 രൂപ എഴുതും. ഇനി അശ്വിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വെച്ചോ, വീണ്ടും എന്ത് എഴുതും, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എഴുതി അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ എഴുതും. അതുപോലെ തന്നെ അശ്വിൻ ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ നിന്ന് കഴിച്ചു, ലഞ്ചിൻ്റെ വില 50 രൂപ. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തിക്കും, ഓരോ ആളുകൾക്കും അവിടെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും, പേഴ്സണൽ റെക്കോർഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ റെക്കോർഡ്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ അശ്വിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അശ്വിൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് അല്ലേ. അശ്വിൻ്റെ റെക്കോർഡ്, അതായത് ക്യാഷ് കിട്ടാനുള്ളതും ക്യാഷ് കൊടുക്കാനുള്ളതും മാത്രമേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ, അതായത് പേഴ്സണൽ റെക്കോർഡ്സ് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അശ്വിൻ രാവിലെ ഒരു ചായ കുടിച്ചു, 10 രൂപ എഴുതി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു 50 രൂപ എഴുതി, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു 50 രൂപ എഴുതി. ഇനി വൈകുന്നേരം അശ്വിൻ ഈവനിങ് ബ്രേക്കിനാണെങ്കിൽ ടീയും സ്നാക്കും കഴിച്ചു, അപ്പോൾ 20 രൂപ എഴുതി. അപ്പോൾ വൈകുന്നേരം ടോട്ടൽ ചെയ്യാണ്. അപ്പോൾ എത്രയുണ്ട്, അശ്വിൻ എത്ര കൊടുക്കാനുണ്ട്, 50 + 50 130 റുപ്പീസ് കൊടുക്കാനുണ്ട് അശ്വിൻ അല്ലേ. അപ്പോൾ അശ്വിൻ കോളേജ് വിട്ട് പോകാൻ നേരത്തെ ചേച്ചിമാരുടെ അടുത്ത് ക്യാൻറ്റീനിൽ ചെന്ന് ചോദിക്കുകയാണ്, ചേച്ചിമാരെ ഞാൻ എത്ര തരാനുണ്ട് ഇനി. അപ്പോൾ ചേച്ചിമാർ കൂട്ടുനോക്കിയിട്ട് പറയും 100, അല്ലെങ്കിൽ അശ്വിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയേക്കുന്ന പേജ് എടുത്തിട്ട് പറയും 130 രൂപ തരാനുണ്ട് അശ്വിൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ പേഴ്സണൽ റെക്കോർഡ് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അശ്വിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് കൊടുക്കും, 100 റുപ്പീസ് ക്യാഷ് ആയിട്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ ചേച്ചിമാർ ആ 130 രൂപയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് 100 രൂപ കിട്ടിയെന്ന് എഴുതും, ബാക്കി 30 രൂപ ബാലൻസ് കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വയ്ക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ആരെങ്കിലും വൈഷ്ണവ് വന്ന് ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വൈഷ്ണയുടെ പേരിലൊരു പേജ് തുടങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം പേജിൽ തന്നെ അശ്വിൻ്റെ ഒരു കോളം, വൈഷ്ണയുടെ ഒരു കോളം, ഇനി ഷംഷാദ് അല്ലാണെങ്കിൽ ഷംഷാദിൻ്റെ ഒരു കോളം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പേജ് ഡെഡിക്കേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല അല്ലേ. ആർക്ക് വേണമെങ്കിലും ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്യാൻ അറിയാവുന്ന ആർക്കും എന്ത് ചെയ്യാം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് +2 കൊമേഴ്സ് പഠിച്ചു, ഇപ്പോൾ നിങ്ങൾ ബികോം ഗ്രാജുവേറ്റ്സ് ആയി,
നിങ്ങളെ ഞാൻ പ്രത്യേകം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ എന്തുമാത്രം നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ? ഹൗ ടു യൂസ് സിംഗിൾ എൻട്രി സിസ്റ്റം, എങ്ങനെയാണ് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കാലിറ്റീസ് ഒക്കെ അറിയില്ല എങ്കിലും നിങ്ങൾക്ക് എന്താ അറിയാം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ പോലെ ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ക്യാൻറ്റീനിലെ ചേച്ചിമാർ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ BCom സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്കൽ നോളജൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചിമാർ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ ഈ വർഷത്തെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിലെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ചേച്ചിമാരുടെ വിചാരം എന്താ, നിങ്ങൾ BCom സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് അക്കൗണ്ടിങ്ങിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്, ടെക്നിക്കൽ നോളജൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്താണ് അവർ വന്ന് ചോദിക്കുക. അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അസർട്ടൈൻ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ജേണൽ എൻട്രീസ് ഇല്ല, ലെഡ്ജർ പോസ്റ്റിംഗ് ഇല്ല, ട്രയൽ ബാലൻസ് ഇല്ല, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. നിങ്ങൾ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട്, കൊമേഴ്സ് ഗ്രാജുവേഷൻ കോഴ്സിന് പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറയണം, ഞങ്ങൾക്ക് ഒരു വർഷത്തെ സമയം തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചിമാർക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്ത് തരാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർക്ക് ഞങ്ങൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാം എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. 100% അക്യുറസിയോടുകൂടി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാമെന്ന് ചേച്ചിമാരുടെ അടുത്ത് പറയണം. അപ്പം നിങ്ങൾക്ക് സംശയമുണ്ട്, ചേച്ചിമാർ സെയിൽസിൻ്റെ കാര്യം, എത്ര സെയിൽസ് നടന്നു എന്ന് എഴുതിയിട്ടില്ല, ചേച്ചിമാർ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളതിൻ്റെ അക്കൗണ്ട്സ് ഇല്ല, ആർക്കൂടി എന്തുമാത്രം അക്കൗണ്ട്സ് ഉള്ളൂ, ആരുടെ കയ്യിൽ നിന്നൊക്കെ ക്യാഷ് കിട്ടാനുണ്ട്, ആർക്കൊക്കെ ക്യാഷ് കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളുടെ മാത്രമേ ഉള്ളൂ അല്ലേ. ചിലപ്പോൾ ക്യാഷ് കിട്ടേണ്ടേ ഉണ്ടാവും. അത്രയും ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരും അല്ലേ. ഇവിടെയാണ് എങ്ങനെ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്ത് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്, യു ഹാവ് ടു ടെൽ with 100% certainty that you can ascertain profit for a particular period from the data given by ക്യാൻറ്റീനിലെ ചേച്ചിമാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് രണ്ട് വിധത്തിൽ കൂടി സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാം. രണ്ട് മെത്തേഡിൽ കൂടി സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡാണ് സിമ്പിൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ മെത്തേഡ്. സിമ്പിൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഇതിനൊരു വേറൊരു പേരും കൂടി പറയും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചും സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ മെത്തേഡാണ്. കൺവേർഷൻ മെത്തേഡ്. കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ നിങ്ങൾ ഡബിൾ എൻട്രി സിസ്റ്റം ആക്കിയതിന് ശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യും. ആദ്യത്തെ സിമ്പിൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ആണ് നമുക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ചേച്ചിമാർ ചോദിച്ച കാര്യം എന്താ, നിങ്ങളുടെ അടുത്ത് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കൺവേർഷൻ മെത്തേഡിൽ. പക്ഷേ എന്താ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ആദ്യം ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ വരും, ഡബിൾ എൻട്രി സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രീസ് വേണം. ജേണൽ എൻട്രീസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഡ്ജർ പോസ്റ്റിംഗ് വരും. ലെഡ്ജർ പോസ്റ്റിംഗിൽ നിന്ന് നിങ്ങൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസിൽ നിന്ന് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ഒരു സിമ്പിൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഞാനൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞുതരാം, ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഇല്ലസ്ട്രേഷൻ. നിങ്ങളിപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു വർഷത്തെ ടൈം തരണം, മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷനും വേണം എന്ന് പറഞ്ഞു. സപ്പോസ് നിങ്ങൾ ജനുവരി 1 2020 നിങ്ങൾ ക്യാൻറ്റീനിൽ പോയി ചേച്ചിമാരുടെ അടുത്ത് പോയി ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആസ് ഓൺ January 1, 2020 നിങ്ങൾ ചേച്ചിമാരുടെ അടുത്ത് പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിമാരുടെ ക്യാൻറ്റീനിലേക്ക് നിങ്ങൾ പോവുകയാണ്. ചേച്ചിമാർ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഓക്കെ വന്ന് ഇൻസ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് നിങ്ങൾ കളക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചേച്ചിമാരുടെ അടുത്ത് പറയാം, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വേണം, ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളാം, അതിൽ നിന്ന് ഞങ്ങൾ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തോളാം എന്ന് പറയാണ്. അങ്ങനെ നിങ്ങൾ ക്യാൻറ്റീനിൽ പോവുകയാണ്. ഓക്കെ, ക്യാൻറ്റീനിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത് എന്താ, ക്യാൻറ്റീൻ്റെ ബിൽഡിംഗ് ആണ് അല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക്
ഒരു സംശയം, ചേച്ചിമാരുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ചേച്ചിമാർ, ഇത് ഓൺ പ്രോപ്പർട്ടി ആണോ? ഈ ബിൽഡിംഗ് നിങ്ങളുടെ സ്വന്തമാണോ അതോ ഈ ബിൽഡിംഗ് റെന്റിന് എടുത്തേക്കുന്നതാണോ? അപ്പോൾ ചേച്ചിമാർ ഒന്നില്ലെങ്കിൽ റെന്റിന് എടുത്തേക്കുന്നതാണോ അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതാണ്, സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചേക്കുന്നതാണെന്ന് പറയും അല്ലേ. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഓക്കെ ബിൽഡിംഗ് ഞങ്ങൾ സ്വന്തമായിട്ടും മേടിച്ചേക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ ബിൽഡിംഗ് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് അസറ്റ് അല്ലേ. അതൊരു ഫിക്സ്ഡ് അസറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അസറ്റ് എന്നുള്ളൊരു കാര്യം കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരു ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും അവിടെ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പറോ ബുക്കോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആദ്യം അസറ്റ് എന്ന് എഴുതാം. അസറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബിൽഡിംഗ് ഒരു അസറ്റാണ് അല്ലെ, ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ ബിൽഡിംഗ് എന്ന് എഴുതാം. അപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു ഓക്കെ എത്ര രൂപയായി? അപ്പോൾ ചേച്ചിമാർ പറയാം ഈ ബിൽഡിങ്ങിന് 5 ലക്ഷം രൂപയായി ഞങ്ങൾ മേടിച്ചപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ 5 ലക്ഷം രൂപ ആയി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരു സംശയം കൂടി ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം അല്ലേ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. ഈ 5 ലക്ഷം രൂപ എവിടെ നിന്നാണ് ചേച്ചിമാരെ കിട്ടിയത്? നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവന്നതാണോ 5 ലക്ഷം, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചാണോ? അപ്പോൾ ചേച്ചിമാർ സ്വാഭാവികമായിട്ടും റിപ്ലൈ തരും അല്ലേ. സപ്പോസ് ചേച്ചിമാർ പറയാണ് 5 ലക്ഷം മുഴുവൻ ഞങ്ങളുടേതല്ല, 2 ലക്ഷം രൂപ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും കടം മേടിച്ചു, ബാക്കി 3 ലക്ഷം രൂപ ഞങ്ങൾ സ്വന്തമാണ്, ഞങ്ങളുടെ പൈസ തന്നെയാണെന്ന് പറയാം. അപ്പോൾ 2 ലക്ഷം രൂപ കടം മേടിച്ചു ഫ്രണ്ട്സിൻ്റെ നിന്നും റിലേറ്റീവ്സിൻ്റെ നിന്നും, ബാക്കി അവരുടെ സ്വന്തം ക്യാപിറ്റൽ. അപ്പോൾ ആ 2 ലക്ഷം കടം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മുടെ അക്കൗണ്ടിങ് ടേമിൽ പറയുക, ലോൺ എന്നാണ് പറയുക അല്ലേ. ലോൺ എന്താണ്? ലയബിലിറ്റി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു അസറ്റ് കിട്ടി, ഇപ്പുറത്ത് നമ്മൾക്ക് ഒരു ലയബിലിറ്റിയും കിട്ടി അല്ലേ. ലയബിലിറ്റി എന്താ? ആദ്യം ലോൺ. അപ്പോൾ എത്രയാണ് ലോൺ എടുത്തതെന്ന് ചേച്ചിമാർ പറഞ്ഞത്? 2 ലക്ഷം രൂപ ബിൽഡിങ്ങിന് വേണ്ടി ലോൺ എടുത്തു, ബാക്കി ക്യാപിറ്റലാന്ന് പറഞ്ഞു അല്ലേ, സ്വന്തം കാശാന്ന് പറഞ്ഞു. സ്വന്തം ക്യാഷ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് എന്താ പറയുക, ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ബാക്കി 3 ലക്ഷം രൂപ നമ്മൾക്ക് ക്യാപിറ്റൽ അവസാനം കണ്ടുപിടിക്കാം. അതിനെന്താണ് റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ലോൺ ആണെന്ന് കിട്ടി, ബിൽഡിങ് 5 ലക്ഷം ഉണ്ടെന്ന് കിട്ടി. നിങ്ങൾ അങ്ങനെ ക്യാൻറ്റീൻ്റെ അകത്ത് കയറി. ക്യാൻറ്റീൻ്റെ അകത്ത് കയറുമ്പോൾ ആദ്യം എന്താ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ എന്തൊക്കെ അസറ്റ് ഉണ്ടെന്നാണ് ശ്രദ്ധിക്കുക അല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ ഫർണിച്ചർ ഉണ്ട് അല്ലേ, ചെയർ, ടേബിൾ, ഡെസ്ക് എല്ലാം ഉണ്ട്. അപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു ഇത് എത്ര രൂപയാണ് മേടിച്ചത്, എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഫർണിച്ചർ 60,000, ചെയറും ടേബിളും എല്ലാം 60,000 രൂപയ്ക്കാണ് ഞങ്ങൾ മേടിച്ചത്, സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചതെന്ന് പറയാം. അപ്പോൾ ഫർണിച്ചർ 60,000 രൂപയ്ക്ക് മേടിച്ചു, നിങ്ങൾക്ക് 60,000 രൂപ എന്ന് കിട്ടി. അതൊക്കെ ചേച്ചിമാർക്ക് അറിയാമായിരിക്കുമല്ലോ, എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് അറിയാം വലിയൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇത് ഇത്രയാണ്, ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ നമ്മൾക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഫർണിച്ചർ 60,000 രൂപയ്ക്കാണ് മേടിച്ചതെന്ന് പറഞ്ഞു. ഇനി അകത്തേക്ക് വീണ്ടും കയറുമ്പോൾ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു ഫ്രിഡ്ജിന് എത്രയായി? ആ ഫ്രിഡ്ജിന് ചേച്ചിമാർ പറഞ്ഞു 10,000 രൂപയായി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു അസറ്റും കൂടി കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു ടേബിൾ നോക്കുമ്പോൾ അതിലൊരു ഡയറി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചേച്ചിമാർ കണക്ക് എഴുതുന്ന ഡയറി ആണെന്ന് ചേച്ചിമാർ പറഞ്ഞു. അപ്പോൾ ആ ഡയറിയിൽ നോക്കിയാൽ എന്ത് കിട്ടും? ചേച്ചിമാർ ആർക്കൊക്കെ എത്ര ക്യാഷ് കൊടുക്കാണ്ട് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. ഇപ്പോൾ നമ്മൾ അശ്വിൻ്റെ വൈഷ്ണയുടെയൊക്കെ കേസ് പറഞ്ഞു. അപ്പോൾ അശ്വിൻ 130 രൂപ കൊടുക്കാണ്ട് അതിൽ 100 രൂപ കൊടുത്തു, ബാക്കി എത്ര കിട്ടാണ്ടെന്നൊക്കെ എവിടെ ഉണ്ടാവും? ആ ഡയറിയിലുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഡയറി ഇൻസ്പെക്ട് ചെയ്യുക, ആ ഡയറി ഒന്ന് മറിച്ചൊക്കെ നോക്കുക. അപ്പോൾ ആ ഡയറി മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പേര് ചേച്ചിമാർക്ക് അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ ക്യാഷ് കൊടുക്കാനുണ്ട് എന്നറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ എന്താ വിളിക്കുക? ഒരു പേര് പറയുമല്ലോ, സൺട്രി ഡെറ്റേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഡെറ്റേഴ്സ്, ബുക്ക് ഡെറ്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെറ്റേഴ്സിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടി. പക്ഷെ അതിൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോമൺ ഇതായിരിക്കില്ല, പലരുടെയും പേരായിരിക്കും. അശ്വിൻ, വൈഷ്ണ, ശംഷാദ്, സ്നേഹ, ഗായത്രി, സ്വാതി, അങ്ങനെ പല പേരിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നമ്മളൊരു കളക്റ്റീവ് നെയിം, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് നെയിമിൽ നമ്മളുടെ ബുക്കിൽ എഴുതി വെച്ചു, നമ്മളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ബുക്കിൽ എഴുതി വെച്ചു. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കിയപ്പോൾ 15,000 ഉണ്ട് ഇൻ ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വേറൊരു സംശയം തോന്നും, ചേച്ചിമാർക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, ഇനി ക്യാൻറ്റീനിൽ നിങ്ങൾ എത്രയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? ചേച്ചിമാർ എന്തെങ്കിലും പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? അപ്പോൾ ചേച്ചിമാർ ഓക്കെ ഉണ്ട്, ഞങ്ങൾ മുട്ട, പാല്, അരിയൊക്കെ മേടിച്ചതിൻ്റെ വകയിൽ സപ്ലയേഴ്സിന് ഞങ്ങൾ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള ആ ഒരു ടേം എന്താ പറയുക, നമ്മൾ ക്രെഡിറ്റേഴ്സ് അല്ലേ. അപ്പോൾ ആ ഡയറി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റേഴ്സ്, ചേച്ചിമാർ കൊടുക്കാനുള്ളതിനെ കിട്ടും. അത് വെച്ചാൽ പേഴ്സണൽ റെക്കോർഡ്സ് മാത്രമേ ചേച്ചിമാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ സിംഗിൾ എൻട്രിയിൽ. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ നിങ്ങളെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കിയപ്പോൾ 5,000 റുപ്പീസാണ് ചേച്ചിമാർ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് കിട്ടി, ഡെറ്റേഴ്സ് കിട്ടി.
അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയം, ഓക്കെ ഈ ഡെറ്റേഴ്സൊക്കെ ഡെറ്റേഴ്സിൻ്റെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിക്കാണുമല്ലോ ചിലവരുടെ. ഇന്നാണെങ്കിൽ അശ്വിൻ 100 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ക്യാഷ് അവിടെ ഉണ്ടാവുമല്ലോ. ചേച്ചിമാരോട് ചോദിച്ചു ക്യാഷ് ഇപ്പോൾ എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിമാർ ക്യാഷ് ബോക്സ് എടുത്ത് കാണിച്ചു. അപ്പോൾ നിങ്ങൾ ക്യാഷ് ബോക്സിൽ ക്യാഷ് ഫിസിക്കലി വെരിഫൈ ചെയ്തു, എത്ര രൂപ ഉണ്ട് എന്ന് എണ്ണി നോക്കി. അപ്പോൾ ക്യാഷ് 25,000 റുപ്പീസിൻ്റെ വർത്ത് ക്യാഷ് ബോക്സിൽ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി എണ്ണി നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചേച്ചിമാരോട് ചോദിച്ചു ഇത്രയും ക്യാഷൊക്കെ ഇവിടെ വെക്കണോ, നമുക്ക് ബാങ്കിൽ ഇട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന് ചേച്ചിമാർ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് എഴുതി. അത് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു സംശയം വരാം, ക്രെഡിറ്റേഴ്സിൻ്റെ സപ്ലയേഴ്സിൻ്റെ സാധനം മേടിച്ചു അല്ലേ, മുട്ട മേടിച്ചിട്ടുണ്ട്, പാല് മേടിച്ചിട്ടുണ്ട്, സ്പൈസസ് മേടിച്ചിട്ടുണ്ട്, അരി മേടിച്ചിട്ടുണ്ട് അല്ലേ, എണ്ണ മേടിച്ചു, വെളിച്ചെണ്ണ മേടിച്ചു, എല്ലാം മേടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ എണ്ണയും എല്ലാം മേടിച്ച കാര്യങ്ങളും അന്ന് തന്നെ ചിലവാക്കില്ലല്ലോ, കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. ആ ബാക്കി വരുന്ന അൺയൂസ്ഡ് ഗുഡ്സിന് നമ്മൾ എന്താ പറയുക, സ്റ്റോക്ക് ഇൻ ട്രേഡ്. ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക്, ഇത്ര സാധനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ പറയാം. എന്തായാലും അവർക്ക് അറിയാൻ പറ്റുമല്ലോ, നിത്യം ചെയ്യുന്ന കാര്യമല്ല, ഉപയോഗിക്കുന്ന കാര്യമല്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയാൻ പറ്റും. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു 40,000 രൂപ ഏകദേശം ഉണ്ടാവും എല്ലാം കൂടി ചേർത്തെന്ന് പറയും. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് 40,000 എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത ബുക്കിൽ എഴുതി. ഓക്കെ, ഇനി ചേച്ചിമാരുടെ അടുത്ത് അടുത്തൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും നിങ്ങൾ വേറെ ക്രെഡിറ്റേഴ്സ് അല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? അപ്പോൾ ചേച്ചിമാർ ആലോചിച്ചിട്ട് പറയുകയാണ്, ഓക്കെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, ഈ മാസത്തെ വാട്ടർ ബില്ല് വന്ന് ഞങ്ങൾ അടച്ചു, കറണ്ട് ബില്ല് ഈ മാസത്തെ വന്നിട്ടുണ്ട്, അത് പക്ഷെ അടച്ചിട്ടില്ല, അത് അടുത്ത ദിവസങ്ങളിലായിട്ട് അടയ്ക്കും, ബില്ല് ഇന്നേ വന്നിട്ടുള്ളൂ, അടച്ചിട്ടില്ല. അപ്പോൾ പേയ്മെൻറ്റ് നടത്താൻ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റിന് നമ്മൾ എന്താ വിളിക്കുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അല്ല, അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഒരു ഐറ്റം അവിടെ ക്രിയേറ്റ് ചെയ്തു, നിങ്ങളുടെ ഇൻഫർമേഷൻ ബുക്കിൽ 3,000 രൂപ എത്രയാണെന്ന് ചോദിച്ചു, 3,000 രൂപ എന്ന് പറഞ്ഞാൽ 3,000 രൂപ എടുത്ത് എഴുതി. ഇനി വേറെ എന്തെങ്കിലും ചേച്ചിമാർക്ക് ഇൻഫർമേഷൻ തരാനുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെയൊക്കെ നിങ്ങൾ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ചേച്ചിമാരും പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ കണക്കായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുകയാണ്, എത്രയൊക്കെ ഉണ്ട് ടോട്ടൽ എന്ന് നോക്കുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ അസറ്റ് എല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ 5 lakh + 60,000 + 10,000 + 15 + 25 + 40,000 കൂട്ടി നോക്കിയപ്പോൾ 6,50,000 ടോട്ടൽ കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം അസറ്റ് ഷുഡ് ബി ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ, ലയബിലിറ്റിയുടെയും ക്യാപിറ്റലിൻ്റെയും ടോട്ടൽ ആയിരിക്കും അസറ്റ് എന്നറിയാം. പക്ഷെ ഇവിടെ നമ്മൾക്ക് ക്യാപിറ്റൽ എത്രയാണെന്ന് ഇപ്പോഴും കിട്ടിയിട്ടില്ല അല്ലേ. നമ്മൾക്ക് 3 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതിൽ കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് മാത്രമല്ല അവർ പർച്ചേസ് ചെയ്തേക്കുന്നത്, അവർ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ എവിടെ നിന്നാണ് ക്യാഷ് വന്നേക്കുന്നത്, അവർ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണോ എന്ന് അറിയണം. അപ്പോൾ ബിൽഡിങ്ങിന് വേണ്ടി 3 ലക്ഷം ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഇനി അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ ക്യാപിറ്റൽ അവസാനത്തേക്ക് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അസറ്റിൻ്റെ ടോട്ടൽ എല്ലാം 6,50,000 ആണ്. എല്ലാം കൂടി ചെയ്യുമ്പോൾ 6,50,000 ആണ്. നിങ്ങൾ +1 കൊമേഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതായത് അസറ്റിൻ്റെ എമൗണ്ടിൻ്റെ ഈക്വൽ ആയിരിക്കണം ക്യാപിറ്റലിൻ്റെയും ലയബിലിറ്റിയുടെയും ടോട്ടൽ. അപ്പോൾ ഇവിടെ അസറ്റ് 6,50,000 ആണെങ്കിൽ ഈ ലയബിലിറ്റി സൈഡിൻ്റെ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴും എന്ത് കിട്ടണം, 6,50,000 കിട്ടണം. അപ്പോൾ നമ്മൾക്ക് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയില്ല, അതും കൂടി അറിഞ്ഞാലേ 6,50,000 ആണോ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ റിവേഴ്സ് വർക്കിംഗ് നടത്താം അല്ലേ. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. അപ്പോൾ അസറ്റിൻ്റെ ടോട്ടൽ എല്ലാം കൂടി മൈനസ് ചെയ്യുക, എന്തിൽ നിന്ന്, ലയബിലിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 6,50,000 മൈനസ് 2 lakh മൈനസ് 5,000 മൈനസ് 3,000. അപ്പോൾ എത്ര കിട്ടി, 4,42,000 കിട്ടി. ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ, അതായത് ചേച്ചിമാർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ഇൻഫർമേഷൻ കിട്ടി. പക്ഷെ നിങ്ങൾ ചേച്ചിമാരുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, January 1 തന്നെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്ത് തരാമെന്നാണോ? ഇല്ല, നിങ്ങൾ പറയുകയാണ് പീരീഡിൻ്റെ എൻഡിൽ ഞങ്ങൾ അസർട്ടൈൻ ചെയ്ത് തരാം, അതായത് ഒരു വർഷത്തെ ടൈം തരണം. മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യാനുണ്ട്, അതൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇൻഫർമേഷനൊക്കെ നിങ്ങളുടെ ഡയറി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത ബുക്കിലൊക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് വരാം, അതായത് 31 December 2020 വരാം. പക്ഷേ ചേച്ചിമാർക്ക് നിങ്ങളൊരു ഹോം വർക്കും കൂടി കൊടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും ചോദിച്ച് ചേച്ചിമാരുടെ അടുത്ത് മേടിച്ചോളാം, പക്ഷേ ചേച്ചിമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്,
ആ ഇൻഫർമേഷൻ കൂടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചേച്ചിമാരുടെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ന് മുതൽ ചേച്ചിമാർ എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ അതായത് ഫ്രഷ് ക്യാപിറ്റൽ ഈ 4,42,000 കൂടാതെ എന്തെങ്കിലും പുതിയതായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാൻറ്റീനിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരണം. ഈ ബുക്കിൽ തന്നെ നിങ്ങളുടെ ഡയറി തന്നെ എഴുതി വെച്ചാൽ മതി എന്ന് ചേച്ചിമാരുടെ അടുത്ത് പറയണം. അവരൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ആ ഡയറി തന്നെ എഴുതിയാൽ മതി എന്ന് ചേച്ചിമാരുടെ അടുത്ത് പറയണം. പിന്നെ രണ്ടാമത്തെ ഇൻഫർമേഷൻ വേണ്ടത് എന്താണ്? ഡ്രോയിങ്സ്. അപ്പോൾ ചേച്ചിമാർക്ക് ഡ്രോയിങ്സ് ആണ്, സാലറി ഒന്നുമില്ല അല്ലേ, അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അവർ എവിടെ നിന്നായിരിക്കും? ഇവിടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് പറയണം അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരണം. കൂടാതെ ചേച്ചിമാർ എന്തെങ്കിലും ബിസിനസ്സിൽ നിന്ന് ഗുഡ്സോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ 31 ഡിസംബറിന് വരുമ്പോൾ തരണമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പോകുന്നു. ഓക്കെ, ഇനി 31 ഡിസംബറായി. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞു. 31 ഡിസംബറായി നിങ്ങൾ വീണ്ടും ചെല്ലുകയാണ് ചേച്ചിമാരുടെ അടുത്ത്. 31 ഡിസംബർ 2020. ഓക്കെ, ആസ് ഓൺ 31 ഡിസംബർ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ലയബിലിറ്റീസിനെ പറ്റിയും അസറ്റ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ജനുവരിയിലെ കുറേ ഇൻഫർമേഷൻ നിങ്ങൾ ചോദിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷനൊക്കെ ഇനി അവരുടെ അടുത്ത് ചോദിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പ്രീവിയസ് നോക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട്? ബിൽഡിംഗ് ഉണ്ട് അല്ലേ? ബിൽഡിംഗ് എത്രയാണ്? 5 lakh. അപ്പോൾ ജനുവരി 1 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ വിറ്റിട്ടില്ല, ആ ബിൽഡിംഗ് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ 31 ഡിസംബറിന് വരുമ്പോഴും ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് എഴുതാം? ഇപ്പോൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കേണ്ട, ആരുടെ അടുത്തും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ആദ്യത്തെ അസറ്റായിട്ട് ബിൽഡിംഗ് എഴുതാം. എത്രയാണ് വില? 5 lakh ആണ് അല്ലേ? അപ്പോൾ നമ്മൾക്കിവിടെ 5 lakh എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കറിയാം ഏതൊരു ഫിക്സ്ഡ് അസറ്റിനും എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം ഒരു വെയർ ആൻഡ് ടയർ മൂലമോ ഒബ്സലസൻസ് മൂലമോ ബൈ എഫ്ലക്ഷൻ ഓഫ് ടൈം മൂലമോ എല്ലാ ഫിക്സ്ഡ് അസറ്റിനും ഡിപ്രീസിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ വാല്യൂ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ആ ബിൽഡിങ്ങിൻ്റെ 5 ലക്ഷം എന്നുള്ള വില ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 ജാനുവരി 2020 ഉണ്ടായിരുന്ന വില ആയിരിക്കില്ല 31 ഡിസംബറിൽ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അത് ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കണോ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന്? വേണ്ട. സപ്പോസ് ഡിപ്രീസിയേഷൻ 5% ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരുടെ അടുത്തും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്നിക്കൽ നോളജ് ഉള്ളവരാണ്, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. 5% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 lakhന്റെ 25,000 വരും അല്ലേ? അപ്പം നിങ്ങൾ 25,000 എഴുതി, ഔട്ടർ കോളത്തിൽ 4,75,000 എഴുതി. ഇനി അടുത്ത അസറ്റ് നിങ്ങൾ നേരത്തെ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചാൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? ഫർണിച്ചർ. നിങ്ങൾ ആദ്യം തന്നെ ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുമ്പോൾ ഫർണിച്ചറാണ് കണ്ടത് അല്ലേ? അപ്പോൾ ചേച്ചിമാർ എന്താ പറഞ്ഞത്? സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ മേടിച്ചായിരുന്നു 60,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു. ഇതിനും ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ നിങ്ങൾ സപ്പോസ് 10% കൊടുത്തതെന്ന് വെച്ചോ. അപ്പോൾ എത്രയാണ്? 60,000 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000. ഔട്ടർ കോളത്തിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് 54,000 എഴുതി. ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് അസറ്റ് കൂടി അവർക്കുണ്ട്. നിങ്ങൾക്കറിയാം വാല്യൂ 10,000 ആയിരുന്നു. അതിൻ്റെ ഡിപ്രീസിയേഷൻ, ഫ്രിഡ്ജ് ഒരു ഇലക്ട്രോണിക് ഗുഡ്സ് ആയതുകൊണ്ട് ബിൽഡിങ്ങിനേക്കാളും ഫർണിച്ചറിനേക്കാളും കൂടുതൽ ഡിപ്രീസിയേഷൻ റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. 20% കൊടുത്തു. അപ്പോൾ 2,000 ആണ് ബാലൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കാതെ തന്നെ എഴുതാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അല്ല, 1 ജാനുവരി 2020 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് മാത്രമേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം. കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. അതായത് ഫർണിച്ചർ പുതിയതായിട്ട് വല്ലതും മേടിച്ചോ, അല്ലെങ്കിൽ ഫ്രിഡ്ജോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഫിക്സ്ഡ് അസറ്റ് മേടിച്ചോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ചേച്ചിമാർ പറയും ഇത്തവണ ഒന്നും മേടിച്ചിട്ടില്ല, പഴയതൊക്കെ തന്നെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു ആ ഡയറി ഒന്ന് വേണം, എന്തൊക്കെയാണ് എത്രയൊക്കെയാണ് കിട്ടാനുള്ളത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടാനുള്ള ക്യാഷ് നിങ്ങൾ എന്താ പറഞ്ഞത്? ഡെറ്റേഴ്സ് എന്നുള്ള കോളത്തിലാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ തവണ 15,000 ആയിരുന്നു കിട്ടാണ്ടായിരുന്നു. ചേച്ചിമാരുടെ ഡയറിയിൽ നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കിയപ്പോൾ ഡെറ്റേഴ്സ് 25,000. അപ്പോൾ 25,000 രൂപ കിട്ടാണ്ട് ചേച്ചിമാർക്ക് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെറ്റേഴ്സിനെ കിട്ടി. അതിന് ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കുക. ലയബിലിറ്റി സൈഡിൽ ഡെറ്റേഴ്സ് വരുമ്പോൾ തന്നെ വേറൊരു സാധനം വേണമല്ലോ, ക്രെഡിറ്റേഴ്സ് അല്ലേ? അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കി. ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ 7,000 ഉണ്ട് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് 7,000 ആണ്.
ഇനി നിങ്ങൾ ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കുക, കഴിഞ്ഞ തവണ ഒരു ലോൺ 2 ലക്ഷം കൊടുക്കാനുണ്ടായിരുന്നല്ലോ, ബിൽഡിങ്ങിന് വേണ്ടി പർച്ചേസ് ചെയ്ത് ലോൺ എടുത്ത 2 ലക്ഷം ഫ്രണ്ട്സിൻ്റെ നിന്ന് റിലേറ്റീവ്സിന്, അതെന്തെങ്കിലും തിരിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു 50,000 രൂപ തിരിച്ചു കൊടുത്തു, 2 ലക്ഷത്തിൽ ഇനി ബാക്കി 1.5 ലക്ഷം ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം 1,50,000 ലോൺ അല്ലേ. ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം, അവസാനം ചെയ്യാം, കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്യാഷ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിമാരുടെ ക്യാഷ് ബാലൻസ് കിട്ടും. അങ്ങനെ നിങ്ങൾ ക്യാഷ് ബോക്സിൽ ക്യാഷ് എണ്ണി നോക്കി, അപ്പോൾ ചേച്ചിമാരുടെ കയ്യിൽ ക്യാഷ് 40,000 ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു ഇപ്പോഴും ക്യാഷ് ബാലൻസ് കൂടുതലാണ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലേ? അപ്പോൾ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഞങ്ങൾ അധികം ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, ഈ 40,000 ഞങ്ങൾ ഇന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും, ഇന്നത്തെ കുറേ ക്യാഷ് കിട്ടിയതാണ്, അപ്പോൾ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ബാലൻസ് എന്ന് പറയാം. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ചേച്ചിമാർ പറയാം, പാസ്ബുക്ക് എടുത്ത് കാണിച്ചു തരും, 10,000 രൂപ ഉണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എന്ന് പറയാം. അപ്പോൾ 10,000 റുപ്പീസ് എഴുതി. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം, അപ്പോൾ സ്റ്റോക്ക് ബാലൻസ് എത്രയാണ് എന്ന് ചോദിക്കാം അല്ലേ. സ്റ്റോക്ക് ചേച്ചിമാർ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി 52,000 സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ തവണ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാണ്ടായിരുന്നല്ലോ, അത് അടച്ചോ എന്ന് ചോദിച്ചു. ഇലക്ട്രിസിറ്റി ബില്ല് പിറ്റേ ദിവസം തന്നെ അടച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു വാട്ടർ ബില്ല് വന്നിട്ടുണ്ട്, ആ വാട്ടർ ബില്ല് അടച്ചിട്ടില്ല, അത് അടുത്ത ദിവസങ്ങളായിട്ട് അടയ്ക്കും. അപ്പോൾ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻ്റ് ആണ്, അത് നിങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു, 1000 രൂപ എന്ന് പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് എഴുതി. ഇനി നിങ്ങൾ അസറ്റിൻ്റെ ടോട്ടൽ എടുത്ത് നോക്കുക. അസറ്റിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 6,64,000 കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അസറ്റിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതാം. അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കാം, ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും. അങ്ങനെ 6,64,000 നിന്ന് 1,50,000 ക്രെഡിറ്റേഴ്സ് 7,000, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഓഫ് 1,000 കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5,06,000 എന്നുള്ള ഒരു ഫിഗർ കിട്ടും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നമ്മൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് 1 ജാനുവരി 2020 ക്യാപിറ്റലും കിട്ടി, 31 ഡിസംബർ 2020 ക്യാപിറ്റലും കിട്ടി, 5,06,000 എന്നുള്ള കാര്യം കിട്ടി അല്ലേ. ഇനി നിങ്ങൾ ചേച്ചിമാർക്ക് 2 ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ഹോംവർക്ക് കൊടുത്തിരുന്നത്? ഒന്ന്, അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ഈ വർഷം, അല്ലെങ്കിൽ നിങ്ങൾ വന്നു പോയതിന് ശേഷം അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ചേച്ചിമാർ പറയാം അഡീഷണൽ ക്യാപിറ്റലായിട്ട് 40,000 രൂപ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഡ്രോയിങ്സിൻ്റെ ഡീറ്റെയിൽസ് ചേച്ചിമാർ പറഞ്ഞു ഞങ്ങൾ 90,000 റുപ്പീസ് നിങ്ങൾ വന്നു പോയതിന് ശേഷം ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ക്യാഷ് ആയിട്ടും ഗുഡ്സ് ആയിട്ടും വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഹോംവർക്കിൻ്റെ ആൻസറും കിട്ടി അല്ലേ. അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്രഷ് ക്യാപിറ്റൽ 40,000 ഡ്രോയിങ്സ് 90,000 ചേച്ചിമാർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയാം? ഓപ്പണിംഗ്, അതായത് 1 ജാനുവരി 2020 ക്യാപിറ്റൽ അറിയാം, 31 ഡിസംബർ 2020 ക്യാപിറ്റൽ അറിയാം, പിന്നെ നിങ്ങൾ ഒരു ഹോംവർക്ക് കൊടുത്ത അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സും നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇനി നിങ്ങൾക്ക് ചേച്ചിമാർക്ക് എന്ത് ചെയ്ത് കൊടുക്കാമെന്നാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നിങ്ങൾ +1 പഠിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രോഫിറ്റൊക്കെ അസർട്ടൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നോർമലി ഒരു പ്രൊസീജിയർ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതും അല്ലേ, ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും അല്ലേ, ഡ്രോയിങ്സ് ലെസ് ചെയ്യും. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യും അല്ലേ. കൂടാതെ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആണെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഔട്ടർ കോളത്തിൽ നമ്മൾ പണ്ട് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ, സോൾ പ്രൊപ്പറേറ്ററിൻ്റെ ഒക്കെ ചെയ്തപ്പോൾ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതുന്നത് എങ്ങനെ? ഒരു ക്യാപിറ്റൽ ട്രയൽ ബാലൻസിൽ തന്ന ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടാവും, ട്രയൽ ബാലൻസിൽ തന്ന ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ ഒപ്പം ആ വർഷത്തെ ട്രയൽ ബാലൻസിൽ തന്നേക്കുന്ന ഡ്രോയിങ്സ് ലെസ് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. അപ്പം നമ്മൾക്കൊരു ക്യാപിറ്റൽ ഫിഗർ കിട്ടും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ രൂപത്തിലാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇത് ട്രയൽ ബാലൻസിൽ തന്നേക്കുന്ന ക്യാപിറ്റലാണ്. ട്രയൽ ബാലൻസിൽ തന്നേക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ അസർട്ടൈൻ ചെയ്ത ക്യാപിറ്റൽ എന്താ? ക്ലോസിംഗ് ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന സാധനം, അതായത് നിങ്ങൾ ഇവിടെ ചെയ്തേക്കുന്ന സാധനത്തിന് ഒരു ഫോർമുല ആക്കാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ
ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് എഴുതാം? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നൊരു ഫോർമുല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ്. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ എന്താ? നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ? ഇങ്ങനെ നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ ചെയ്ത ഇല്ലസ്ട്രേഷനിൽ എന്തൊക്കെ കിട്ടി നിങ്ങൾക്ക്? ആദ്യം നമ്മൾക്ക് എന്ത് കിട്ടി? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി അല്ലേ? എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ? 4,42,000 എന്ന് നമ്മൾക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. എത്ര? 5,06,000 എന്നും കിട്ടി ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നിങ്ങൾക്ക് രണ്ട് ഇൻഫോർമേഷൻ ഹോംവർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അഡീഷണൽ ക്യാപിറ്റൽ ഡ്രോയിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുലയിൽ എന്തൊക്കെ കിട്ടി? അഡീഷണൽ ക്യാപിറ്റലും കിട്ടി, ഡ്രോയിങ്സും കിട്ടി. എന്ത് മാത്രമേ നിങ്ങൾക്ക് കിട്ടാത്തുള്ളൂ? ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് കിട്ടാറുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. ചേച്ചിമാർ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് അസേർട്ടൈൻ ചെയ്ത് കൊടുക്കേണ്ടതും ആ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതിന് നമ്മൾക്ക് വേറൊരു ഫോർമുല ഉണ്ടാക്കിയാൽ പോരെ? ഇതിനെ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ? അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ? ക്ലോസിംഗ് ക്യാപിറ്റൽ അപ്പുറത്ത് പ്ലസ് ആയിരുന്നെല്ലാം മൈനസ് ആക്കുക, മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് പ്ലസ് ഡ്രോയിങ്സ് അല്ലേ? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും മൈനസ് ആണെങ്കിൽ നെറ്റ് ലോസും കിട്ടും ഇല്ലേ? അതായത് നമ്മൾക്ക് ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ അറിയാം, ഓപ്പണിംഗ് ക്യാപിറ്റൽ അറിയാം, അഡീഷണൽ ക്യാപിറ്റൽ അറിയാം, ഡ്രോയിങ്സ് അറിയാം. ഇത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈക്വൽ ടു സൈൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തു, അപ്പുറത്ത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ്. പ്ലസ് ആയിരുന്നെല്ലാം മൈനസ് ആയി, മൈനസ് ആയിരുന്നെല്ലാം പ്ലസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഇനി നിങ്ങൾക്ക് ഇത്രയും കൂടി എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാനാണെങ്കിൽ നമുക്കതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതാം അല്ലേ? ഇപ്പോൾ നമ്മൾ ഫോർമുല രൂപത്തിൽ എഴുതിയ. അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾ പ്രൊഫഷണൽ ആയതുകൊണ്ട്, ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ നിങ്ങൾ എഴുതുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക? ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ ഇടാം, എത്രയാണെങ്കിലും. ഇതൊരു ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ഫോർമുല നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കുക. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് എൻഡിന് പറയുന്ന പേരാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ രണ്ട് പേരിലും അറിയപ്പെടും. ഇനി ആഡ് ഡ്രോയിങ്സ്. സ്റ്റേറ്റ്മെന്റിലാകുമ്പോൾ നമ്മൾക്ക് പ്ലസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ചും ലെസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ചും വേണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഡ്രോയിങ്സ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഡ്രോയിങ്സ് ആഡ് ചെയ്തു, അപ്പോൾ ഒരു ഫിഗർ കിട്ടി. അതിൻ്റെ ഒപ്പം എന്താ ചെയ്യേണ്ടത്? കുറേ കാര്യങ്ങൾ ലെസ് ചെയ്യണം അല്ലേ? എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം. പിന്നെന്താ ലെസ് ചെയ്യേണ്ടത്? അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് ലോസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് അസേർട്ടൈൻ ചെയ്യാം. ഇനി നമ്മൾക്ക് ആ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ പിടികിട്ടും. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ 5,06,000 കണ്ടുപിടിച്ചത് അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ 4,42,000 കണ്ടുപിടിച്ചു. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾക്ക് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 40,000 കിട്ടിയിട്ടുണ്ട്, ഡ്രോയിങ്സും കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 5,06,000 ആണെന്ന് നമ്മൾക്ക് കിട്ടി. ഡ്രോയിങ്സ് എത്രയാണെന്ന് കിട്ടിയേക്കുന്നത്? 9,000 അല്ലേ? 90,000. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിനൊപ്പം ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 5,96,000. അതിൻ്റെ ഒപ്പം നമ്മൾക്ക് ലെസ് ചെയ്യണം കുറേ കാര്യങ്ങൾ അല്ലേ? എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം. എത്രയായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ? 4,42,000.
കൂടാതെ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. എത്രയാണ് അഡീഷണൽ ക്യാപിറ്റൽ ചേച്ചിമാർ പറഞ്ഞേക്കുന്നത്? 40,000 ആണ് അഡീഷണൽ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇത് രണ്ട് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ 5,96,000 നിന്ന് 4,42,000 40,000 നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 1,14,000. ഈ 1,14,000 എന്താ? പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് അതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് നെഗറ്റീവ് ഫിഗർ ആയിരുന്നെങ്കിൽ അത് നെറ്റ് ലോസ് ആയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേച്ചിമാരുടെ അടുത്ത് ധൈര്യമായിട്ട് പറയാം, ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, അതായത് 1st January 2020 മുതൽ 31st December വരെയുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റം എങ്ങനെയാണ് യൂസ് ചെയ്ത് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പർച്ചേസ് എത്രയാണെന്ന് ചേച്ചിമാർ തന്നിട്ടില്ല, സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടില്ല, യാതൊരു ഇൻഫർമേഷൻ നമ്മൾക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത് കിട്ടിയിട്ടില്ല അല്ലേ. നമ്മളൊരു നോർമൽ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്തു. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാം, 100% അക്യുറസിയോടുകൂടി അസർട്ടൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു ബാലൻസ് ഷീറ്റിന്റെ ഫോമാറ്റിലാണ് കിടക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ബാലൻസ് ഷീറ്റ് ആണെന്ന് തോന്നും അല്ലേ. പക്ഷെ ബാലൻസ് ഷീറ്റ് അല്ല. ബാലൻസ് ഷീറ്റ് അല്ല എന്ന് പറയാൻ കാരണം, ബാലൻസ് ഷീറ്റ് എങ്ങനെയാ? അക്കൗണ്ട്സിന്റെ ബാലൻസ് നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ജേണൽ എൻട്രി ഇല്ല, ലെഡ്ജർ പോസ്റ്റിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു അക്കൗണ്ട് ബാലൻസും അറിയില്ല. അതുകൊണ്ട് ഇവിടെ ലയബിലിറ്റീസ് അസറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയില്ല, അതിനൊരു സെപ്പറേറ്റ് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുക. ഞാനിവിടെ ആദ്യം മനഃപൂർവ്വമാണ് ആസ് ഓൺ എന്ന് മാത്രം എഴുതിയത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്നാണ് നമ്മൾ നോർമലി എഴുതാറ്. പക്ഷേ ഇതൊരു ട്രയൽ ബാലൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾ എന്താ എഴുതണ്ടേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st December 2020. ഇപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ January 1st 2020. ഇതിന് നമ്മൾ പറയുന്ന ബാലൻസ് ഷീറ്റ് എന്നല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നോർമലി ട്രയൽ ബാലൻസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പേരും കൂടി പറയാം, മെമ്മോറാണ്ടം ബാലൻസ് ഷീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ നോർമലി വിളിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സിംഗിൾ എൻട്രി സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും രണ്ടാമത്തെ കൺവേർഷൻ മെത്തേഡും. നമ്മളിപ്പോൾ നോക്കിയത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. അത് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഈ ഒരു ഷീറ്റ് വെച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ബാലൻസ് ഷീറ്റ് അതിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് നമ്മൾ ക്യാപിറ്റൽ ഒക്കെ അസർട്ടൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ദിവസം നമ്മൾക്ക് ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.